ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, അന്വേഷണത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. സാറേ, ഇനി ഇവനെ വല്ല ആശുപത്രിയിലും കെട്ടിയെടുക്കേണ്ടി വരുമോ? നോക്കാം, ആദ്യം അവർ വരട്ടെ. ശരി സാറേ. അമ്മേ, എനിക്ക് വയ്യ. അമ്മേ. ഹലോ, ജീവന്റെ അച്ഛനല്ലേ? അതെ. ഞാൻ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുവോ? പോലീസ് സ്റ്റേഷനിൽ നിന്നോ? അതെ. എന്താ സാർ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞല്ലോ. എന്താ കാര്യം സാർ? നിങ്ങളുടെ മകനെയാണല്ലോ അന്ന് അമ്പലത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് SI സാറിന് എന്തോ ചോദിക്കാൻ വേണ്ടിയാ. ശരി സാർ, നാളെ രാവിലെ ഞങ്ങള്... രാവിലെ അല്ല, ഇപ്പൊ തന്നെ വരണം. വൈകണ്ട, വേഗം വരണം. പോലീസ് സ്റ്റേഷനിൽ നിന്നാ. നമ്മൾ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. എന്തിനാ? അവന്റെ മുൻപിലേക്ക് ഇനി പോവാൻ വയ്യ. சார், அவருக்கும் இந்த ஃபேமிலிக்கும் இனி ஒரு ரிலேஷன் சொல்லுங்க சார். പിന്നെ എതുക്ക് സാർ നാമ അങ്ങ് പോണം? അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമുണ്ടോ ശരവണ? കസ്റ്റഡിയിലിരിക്കുന്ന പ്രതികളെ പലപ്പോഴും വീട്ടുകാരെ തള്ളി പറഞ്ഞ് സംസാരിക്കാറില്ലേ? അതുകൊണ്ട് ബന്ധമില്ലാതാകുമോ? അച്ഛാ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ മാത്രം പോയാ മതി. അമ്മ ജീവന്റെ മുന്നിൽ എത്തിയാല് അത് പ്രശ്നമാവും. ആമാ, അപ്പടി പണുങ്ക സാർ. അമ്മ പോക വേണ്ട. ഞാൻ നാളെ ചെല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രാത്രി തന്നെ ചെല്ലണമെന്ന് അവര് പറഞ്ഞു. അപ്പോ എന്തോ ഗൗരവമുണ്ട്. ചെല്ലാതിരുന്ന ചിലപ്പോ അവര് നമ്മളെയൊക്കെ സംശയത്തോടെ ആയിരിക്കും നോക്കുക. ഞാൻ വരാം രഘുവേട്ട. അമ്മേ, അവനെ കാണേണ്ടി വരും മോളെ. അവന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. പക്ഷെ തൽക്കാലം വേറെ മാർഗമൊന്നുമില്ലല്ലോ. പോലീസുകാർ എന്തേലും ചോദിച്ചാ അതിന് മറുപടി പറഞ്ഞാ മതി. ജീവനെ കാണാൻ നിൽക്കരുത്. ഇനിയൊക്കെ അവിടെ ചെന്നിട്ട് ആലോചിക്കാം. സുജാതെ, പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. തന്നെ കാണുമ്പോ ജീവൻ എങ്ങനെയാണ് പ്രതികരിക്കാന്ന് എനിക്കറിയില്ല. ചിലപ്പോ അവൻ കരയാനും കാല് പിടിക്കാനും ഒക്കെ നോക്കും. അതൊക്കെ കാണുമ്പോ എനിക്ക് മാറ്റം വരുമെന്നാണോ പേടി? അങ്ങനെയൊന്നും ഉണ്ടാവില്ല രഘുവേട്ട. അവൻ എന്റെ മനസ്സിൽ ചത്തുപോയി എന്ന് പറഞ്ഞത് സത്യമാണ്. കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവൻ തീർന്നു.